ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്കുകളുണ്ടല്ലോ. സ്ലോ സ്പീഡ് ചെക്കപ്പ്, വണ്ടി ഐസൊലേറ്റർ കുറയ്ക്കുമ്പോൾ വണ്ടി ഓഫായി പോകുന്നുണ്ട്. പിന്നെ ഓയിൽ കത്തണ കംപ്ലയിൻ്റ് ഉണ്ട്, അതായത് നല്ല രീതിയിൽ പുക വരുന്നുണ്ട് വണ്ടിക്ക്. ഗിയർ ടൈറ്റ് പറയുന്നുണ്ട്, അതായത് വണ്ടി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് വണ്ടി സ്റ്റക്ക് ആവണ പോലത്തെ ടൈറ്റാണ്, ഗിയർ ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് പറയുന്നത്. പിന്നെ ബ്രേക്ക് പെഡൽ ചെക്കപ്പ്, ബ്രേക്ക് പെഡൽ ഷേക്ക് കാണിക്കുന്നുണ്ട്. റിയർ കൗള് റീസെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ വൈബ്രേഷനാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ, ബാക്ക് സൈഡിൽ നിന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിൻ്റെ ചെറിയൊരു പ്ലേ കാണിക്കുന്നതല്ലാണ്ട് വേറെ അങ്ങനെ പറയത്തക്ക കംപ്ലയിൻറ്റ് ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് കാണുന്നില്ല. ഈ ബ്രേക്ക് പെഡലിൻ്റെ ഭാഗത്ത് ചെറിയൊരു പ്ലേ ഉണ്ട് ആ പിന്നിന്, അത് മേജറായിട്ടുള്ള കംപ്ലയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നണില്ല കേട്ടോ. പിന്നെ ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ജസ്റ്റ് പറയണം. അതും പ്രത്യക്ഷത്തിൽ നമുക്ക് ക്ലച്ച് ഒരല്പം കുറവുണ്ട്. അതല്ലാതെ കൊണ്ടൊരു നല്ല രീതിയിൽ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന ഒരു പ്രോബ്ലം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്തുമ്പോൾ കിട്ടിയിട്ടില്ല. പുകയുടെ പ്രശ്നമുണ്ട് വണ്ടിക്ക്, നല്ല രീതിയിൽ പുക വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അഴിക്കുമ്പോൾ തന്നെ പ്ലഗിൻ്റെ കറക്റ്റ് ആ പോയിൻറ്റിൻ്റെ ഉള്ളിലൊക്കെ കരി വന്ന് ഫുള്ള് അടഞ്ഞേക്കണ ഈ കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ സിലിണ്ടർ പിസ്റ്റൻ്റെ ഭാഗം അഴിച്ചു, കാരണം ഓൾറെഡി സിലിണ്ടർ പിസ്റ്റനാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ സിലിണ്ടർ പിസ്റ്റൻ അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സിലിണ്ടറൊക്കെ നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. അതിലുള്ളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിലിണ്ടർ സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ സിലിണ്ടറും പിസ്റ്റണും നമുക്ക് മാറ്റിയിടാം. ഞാൻ പിസ്റ്റൺ ക്ലീൻ ചെയ്ത് നോക്കിയതാണ്, എനിക്ക് മുമ്പ് എങ്ങാനും ബോർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലവിൽ ഇതൊന്നും കാണുന്നില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് ബോറിങ്ങിൽ നിൽക്കണ്ട, സിലിണ്ടർ കിറ്റേപ്പാടി മാറ്റി പുതിയത് ഇട്ടാൽ മതി, അതാണ് ഏറ്റവും സേഫ് കേട്ടോ. പിന്നെ വാൽവ് നമ്മൾ നോക്കുമ്പോൾ വാൽവ് ലീക്ക് ഉണ്ട്. അപ്പോൾ 2 വാൽവ് മാറേണ്ടി വരും. വാൽവ് മാറ്റി വാൽവ് ഗൈഡ് മാറ്റിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ കൂട്ടത്തിക്കടെ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിൽ വരുന്ന 2 ബെയറിങ്ങും കൂടി നമുക്ക് മാറ്റിയിടാം. അത് നമുക്ക് അത്രയും ലെയ്ത്തിൽ തന്നെയാണ്. വാൽവും വാൽവ് ഗൈഡ് അതേപോലെ തന്നെ ക്യാം ഷാഫ്റ്റ് ബെയറിങ് നമുക്ക് അത്ര ലേറ്റി കൊടുത്ത് ചെയ്യേണ്ട കേസാണ്. സിലിണ്ടർ കിറ്റേപ്പാടി, സിലിണ്ടർ പിസ്റ്റൺ അടക്കം വരുന്ന കിറ്റേപ്പാടി നമുക്ക് മാറ്റിയിടാം, അതാണ് ഏറ്റവും സേഫ്. പിന്നെ നമ്മൾ കാർബേറ്റർ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തു, കാരണം ഞാൻ കാർബേറ്റർ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് മാറ്റിയേക്കണമാണ്. വലിയ പഴക്കമില്ലാത്ത കാർബേറ്ററാണ് കാണുന്നത്. സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കാണ്, അതാണ് ആ വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നത്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്റർ നമുക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇടാം. നമുക്കിപ്പോൾ സിലിണ്ടർ കിറ്റൊക്കെ മാറ്റി വരുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും നമുക്കൊരു ഐഡിയ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി കണക്കാക്കിയിട്ട് ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒക്കെ ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേ കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ ഓയിലിൻ്റെ ഇപ്പോൾ നമുക്കതിൻ്റെ എൻജിൻ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ഓയിൽ നമുക്കിതിനകത്ത് കിടക്കണ നല്ല ഓയിലാണ്, പക്ഷേ ഒരല്പം ലെവൽ ടോപ്പ് വേണ്ടി വരും കേട്ടോ. അല്പം ലെവൽ കുറവുണ്ട്. അപ്പോൾ അത് മാത്രം ഒരു ഏകദേശം ഒരു 100 മില്ലിയൊക്കെ ഫില്ല് ചെയ്താൽ മതി. ഉള്ള ഓയിൽ നല്ല ഓയിലാണ്, അപ്പോൾ ഓയിൽ നമുക്കത് തന്നെ മതി. അപ്പം ഞാനതിൻ്റെ നിലവിലുണ്ടല്ലോ, ഇപ്പോൾ ഈ സിലിണ്ടർ കിറ്റ് മാറ്റി വാൽവ് ലേറ്റി കൊടുത്ത് വാൽവും മാറ്റി വാൽവ് ഗൈഡൊക്കെ മാറ്റി വരുമ്പോൾ നമുക്ക് ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. പിന്നെ നമുക്ക് വണ്ടി ജർക്കിങ് അനുഭവപ്പെടുന്നുണ്ട്. വണ്ടി നമ്മൾ ആക്സിലേറ്റർ കുറച്ചിട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ മൊത്തത്തിൽ നമ്മുടെ കാലുമൊക്കെ ഒരു ഷിവറിങ് വരുന്നുണ്ട്. അത് ഈ സസ്പെൻഷൻ്റെ ഉള്ളിൽ തന്നെ ഒരു നീഡിൽ ബെയറിംഗ് ഉണ്ട്. ആ ബെയറിങ്ങും കോളറും തമ്മിൽ ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട്. അന്ന് മേജറായിട്ട് കംപ്ലയിൻറ്റിലേക്ക് എത്തിയിട്ടില്ല, ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട്. അത് ഒന്നോലെ നമുക്കിപ്പോൾ കൂട്ടത്തിൽ കൂടെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയിൻ സ്പോക്കറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നിസ്സാരം കൂടി ഉള്ളൂ. അപ്പോൾ അത് മാറ്റണ കൂട്ടത്തിൽ ചെയ്താലും മതി. അത് നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ശ്രദ്ധിച്ചോണ്ടോന്ന് എനിക്കറിയില്ല. വണ്ടി ഓടിക്കാൻ ഒരു സ്മൂത്ത്നെസ് കുറവ് തന്നെ എൻ്റെ മെയിൻ റീസൺ അതാണ്. അപ്പോൾ അത് ചെയിൻ സ്പോക്കറ്റ് മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ അഴിച്ച് മാറ്റിയാലും മതി, കാരണം അതല്ലെങ്കിൽ നമ്മളിപ്പോൾ അഴിക്കണ സമയത്ത് ചെയിൻ്റെ പൊസിഷനൊക്കെ മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട്, അത് ശ്രദ്ധിച്ചേക്കാം. നമ്മൾ പിടിച്ചിട്ട് നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാനായിട്ട് ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ വണ്ടി ലോഡായിട്ട് കിടന്ന് ഓടുമ്പോൾ സമയത്ത് ആക്സിലേറ്റർ കുറച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഷിവറിങ് കാണിക്കുന്നത് അതിൻ്റെ കംപ്ലയിൻ്റാണ്. പിന്നെ റിയർ കൗൾ വൈബ്രേഷൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മളൊന്ന് ക്ലിയർ ചെയ്യാം. ഈ ഭാഗത്ത് തന്നെ നമുക്ക് അതിൻ്റെ സൗണ്ട് വരാം മെയിനായിട്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് റീസെറ്റ് ചെയ്തിട്ടേക്കാം. വേറെ നിലവിൽ കവറ് പൊട്ടിയേക്കണതായിട്ട് കാണുന്നില്ല. കവറൊക്കെ പൊട്ടിയിരിക്കണ്ടെങ്കിലും സൗണ്ട് വേരിയേഷൻ വരും. ഈ സൈഡ് അങ്ങനെ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ അതിനനുസരിച്ചൊന്ന് റിപ്ലൈ ഇട്ടോളൂ. നമുക്കതനുസരിച്ചിട്ട് വർക്ക് മാക്സിമം സ്പീഡ് ആക്കാം. ഓക്കെ.